ഇപ്പൊ ഷഹനാസിനെ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് അഭിനയിക്കണം, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഈ ഫീൽഡിൽ വരണം. അതിലൊരിക്കലും എളുപ്പവഴിയല്ല, കഷ്ടപ്പാടുണ്ട്. ഇന്ന് നോക്കുമ്പം മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നു, പക്ഷെ ഈ ചൂടത്തും അഭിനയിക്കുന്ന കഷ്ടപ്പാട് നമുക്ക് മാത്രം അറിയാം. എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മൾ അത്രയും ഇഷ്ടമുള്ള ഒരു അഭിനയിക്കാൻ വരുന്നത് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത്രയ്ക്ക് ഹാർഡ് വർക്ക് തന്നെ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ പുറകെ പോവുക. ചുമ്മാ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിന്റെ പുറകെ പോവാണ്ട് എനിക്ക് ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. നമുക്ക് കിട്ടുന്ന ചാൻസസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ ബബിത എന്ന കഥാപാത്രമേ ആൾക്കാരുടെ മനസ്സിൽ അത്രയും ക്രൂരതയാണ്, ഇവളോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്, ദേഷ്യമാണ് എന്നൊക്കെ കമന്റുകൾ വരുമോ? പിന്നെ കമന്റ് വന്നിട്ട് വായിക്കാറുണ്ടോ? ഞാൻ കമന്റ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് വായിക്കാം, അല്ലാതെ ഞാൻ വായിക്കത്തില്ല. ചിലപ്പോ എനിക്ക് സങ്കടം വരുമെന്ന് ഓർത്തിട്ടായിരിക്കാം ഞാൻ അങ്ങനെ വായിക്കത്തില്ല. അപ്പൊ ആരെങ്കിലും വന്ന് പറയാണ് അയ്യോ നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ഞാൻ വായിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇവിടുന്ന് അയച്ചു തന്നായിരുന്നു, കണ്ടോ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞപ്പോ നിന്റെ ചേഞ്ച് ഓവർ കണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് അയച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ സങ്കടപ്പെട്ടത് എനിക്ക് എന്റെ ക്യാരക്ടർ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് അത്രയും മനസ്സിലായി. കാരണം ഓഡിയൻസ് രണ്ട് സൈഡല്ലേ, അപ്പൊ ഞാൻ നെഗറ്റീവിന് പോസിറ്റീവ് ആകുമ്പോൾ ഓഡിയൻസ് ആണ്, അവർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ആ ചേഞ്ച് ഓവർ അവരുടെ മനസ്സിൽ അത്രയും ഇടം പിടിച്ചു എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം വേണം. സത്യ, അതും ഏഷ്യനെറ്റിലെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഏഷ്യനെറ്റിൽ ചെയ്യണം, ഏഷ്യനെറ്റിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെന്നുള്ളത്. പക്ഷെ അതെനിക്കൊരു സീരിയലായിട്ടും അതിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടറായിട്ടും കിട്ടിയതിൽ ഭയങ്കര താങ്ക്ഫുൾ. ഒരു പക്ഷേ ഒരു അഭിനേത്രി ആയില്ലായിരുന്നെങ്കിൽ എന്തായി മാറിയ ജീവിതത്തിൽ? ഡാൻസർ ആവുമായിരുന്നു, ഡാൻസ് ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആവുമായിരുന്നു. എന്തായാലും ഡാൻസ് കളയത്തില്ല, ഞാൻ ഇപ്പോഴും കളഞ്ഞിട്ടില്ല ഡാൻസ്. എന്റെ ഗുരുനാഥന്മാർ ഇപ്പോഴും വഴക്ക് പറയും, കാരണം ക്ലാസ് കിട്ടുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുന്ന ഒരാളാണ്, അപ്പൊ ക്ലാസ് കിട്ടുന്നില്ല, പ്രോഗ്രാം ഒക്കെ വളരെ കുറച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം വഴക്ക് പറയും. എന്നിട്ട് അവരെന്നെ പറയും ആ കുഴപ്പമില്ല, നീ വർക്കിന് നിൽക്കല്ലേ, കുഴപ്പമില്ല, നീ വന്നിട്ട് ഫ്രീ ഉള്ള സമയത്ത് വന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നൊക്കെ പറയും. ഇതിലില്ലെങ്കിൽ ഞാൻ ഡാൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇല്ല വിട്ടുകൊടുക്കത്തില്ല, പിടിച്ചു കയറും. അപ്പൊ മഴതോരും മുമ്പേ എന്ന സീരിയലിലെ ബബിത എന്ന കഥാപാത്രം ഏറ്റെടുത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പറയാം. ഒരുപാട് സന്തോഷം. എന്റെ ക്യാരക്ടർ ഞാൻ നെഗറ്റീവ് ആയിരുന്നപ്പം തന്നെ നിങ്ങൾ അത്രയും എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞാൻ പോസിറ്റീവും ആയി, അപ്പോൾ അതിലും നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും ഈ ഒരു സപ്പോർട്ട് എന്റെ കൂടെ ഉണ്ടാവണം, അതാണ് എന്റെ വിജയം. താങ്ക് യു. അപ്പൊ ഷഹനാസ് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.